കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി അഞ്ചാമത് കോൺഗ്രസ് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫുൾ ഫ്ലഡ്ജ് ടീമും ഇന്ന് അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് കഴിഞ്ഞ 10 വർഷങ്ങളായി പറഞ്ഞത് കേരളം വികസനത്തിന്റെ കാര്യത്തിൽ 2016 ശേഷം ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഉതകുന്ന ഒരു പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികളൊന്നും ഇടതുപക്ഷ സർക്കാരിന് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ കഴിയുന്ന ഒരു പദ്ധതി പോലും ഇടതു സർക്കാർ യാഥാർത്ഥ്യമാക്കിയിട്ടില്ല. സർവത്ര പിൻവാതിൽ നിയമനങ്ങളാണ്. കേരളത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും സർക്കാർ കാര്യക്ഷമമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടിയത്. 102 സീറ്റിന്റെ മൃഗീയ ഭൂരിപക്ഷം നൽകിയാണ് UDF-നെയും കോൺഗ്രസിനെയും കേരളത്തിലെ ജനങ്ങൾ അധികാരത്തിലേറ്റിയത്. ആരാകണം മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് 11 ദിവസം കഴിഞ്ഞാണ് കേരളത്തിന് ഉത്തരം ലഭിച്ചതെങ്കിൽ അതിൽ കേരളത്തിലെ ജനങ്ങൾ അസ്വസ്ഥരായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. വി.ഡി. സതീശൻ വേണോ, KC വേണുഗോപാൽ വേണോ എന്നൊരു ചോദ്യം കോൺഗ്രസുകാർ പരസ്പരം ഉന്നയിച്ചപ്പോൾ ഒടുവിൽ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കിയാണ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് AICC തീരുമാനിച്ചതെന്നും രാഷ്ട്രീയം അറിയുന്നവർക്ക് വളരെ കൃത്യമായി അറിയാം. ഒടുവിൽ നറുക്ക് വീണ വി.ഡി. സതീശനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഇന്ന് ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി അധികാരത്തിൽ ഏറിയിരിക്കുകയാണ്. മുന്നോട്ടുള്ള വഴി ചുവപ്പ് പരവതാനി വിരിച്ചതല്ല, കല്ലും മുള്ളും നിറഞ്ഞ കാനന പാതയാണ് പുതിയ സർക്കാരിനെ കാത്തുവച്ചത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഈ സർക്കാരിന് മുന്നിലെ ആദ്യത്തെ വെല്ലുവിളിയും ആദ്യത്തെ ദൗത്യവും തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലെല്ലാം പറഞ്ഞ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കുന്നതാണ്. കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ഈടില്ലാത്ത 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ അക്കൗണ്ടിൽ, എല്ലാ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്, കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ തുക 3000 രൂപയാക്കി വർദ്ധിപ്പിക്കൽ. ഈ 5 വാഗ്ദാനം കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഈ സർക്കാർ പറഞ്ഞിട്ടുണ്ട്, ഐക്യ ജനാധിപത്യ മുന്നണി പറഞ്ഞിട്ടുണ്ട്. ഈ വാഗ്ദാനം യാഥാർത്ഥ്യമാക്കുക എന്നത് ഒന്നാമത്തെ വെല്ലുവിളിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, സംസ്ഥാനത്ത് പാവങ്ങളുടെ വിശപ്പകറ്റാൻ, ആരും പട്ടിണിയില്ലാതിരിക്കാൻ കേരളത്തിൽ ഇന്ദിരാ ക്യാൻറ്റീൻ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ അതുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. വലിയ ഉത്തരവാദിത്തമാണ് ഈ സർക്കാരിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനേക്കാൾ അപ്പുറം കോൺഗ്രസിലെ തമ്മിലടി, കോൺഗ്രസിലെ ഐക്യമില്ലായ്മ ഈ സർക്കാരിനെ ബാധിക്കുമോ എന്നൊരാശങ്ക കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. എന്നും കോൺഗ്രസ് ഒരു ഗ്രൂപ്പിസത്തിൽ അതിപ്രസരമായ രാഷ്ട്രീയ പാർട്ടിയാണ്. നേരത്തെ ലീഡർ K. കരുണാകരനും AK ആന്റണിയും നേതൃത്വം നൽകിയ A ഗ്രൂപ്പും I ഗ്രൂപ്പുമായിരുന്നു. പിന്നീട് അത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നേതൃത്വം നൽകിയ A ഗ്രൂപ്പും I ഗ്രൂപ്പുമായി മാറി. ഇപ്പോൾ ഗ്രൂപ്പുകളുടെ എണ്ണം നിരവധിയാണ്. ഒരു ഭാഗത്ത് KC വേണുഗോപാലിനെ അനുകൂലിക്കുന്ന KC പക്ഷം, വി.ഡി. സതീശന്റെ മറ്റൊരു ഗ്രൂപ്പ്, പഴയ I ഗ്രൂപ്പ്, പഴയ A ഗ്രൂപ്പ്, ഇത്തരത്തിൽ നിരവധിയായ ഗ്രൂപ്പുകൾ കേരളത്തിലുണ്ട്, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ട്. ഈ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകളൊന്നും കാര്യമായി മന്ത്രിസഭയിലേക്ക് എത്തിയിട്ടില്ല. അടപടലം KC വേണുഗോപാൽ പക്ഷക്കാരാണ് മന്ത്രിസഭയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിലാണ് ഇവർ വലിഞ്ഞുമുറുക്കാൻ പോകുന്നത്, സർക്കാരിനെ വലിഞ്ഞുമുറുക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യമാണ് സാധാരണക്കാരായ ആളുകൾ ചോദിക്കുന്നത്. എന്തായാലും ഇതെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. അതുമാത്രമല്ല, കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. മുണ്ടുമുറുക്കിയെടുത്ത് മുന്നോട്ട് പോകേണ്ട നാളുകളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. എത്ര കാലം കേന്ദ്രത്തിൽ നിന്ന് കടമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും എന്നൊരു ചോദ്യമാണ് പൊതുജനം ചോദിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം തന്റെ കയ്യിൽ ഒരു മാന്ത്രിക വടി ഉണ്ടാകുമെന്നാണ് വി.ഡി. സതീശൻ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് കേരളം കാത്തിരിക്കുന്നത്. എന്തായാലും പുതിയ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വികസനത്തിന്, കേരളത്തിന്റെ ക്ഷേമത്തിന് ഉതകുന്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ ഈ സർക്കാരിന് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.